കമ്പോസ്റ്റിംഗ് കൃഷിയിലെ ഒരു അവിഭാജ്യ ഘടകം. ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ ശ്രീ അഭിലാഷ് കരിമുളയ്ക്കൽ സംസാരിക്കുന്നു. കൃഷിയിൽ ജൈവവളങ്ങളെ ഒഴിവാക്കരുത്. ജീവനുണ്ടായിരുന്ന എല്ലാറ്റിൻ്റെയും അവശിഷ്ടങ്ങളൊക്കെ ജൈവവളമായി ഉപയോഗപ്പെടുത്താം. ജൈവവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നത് വഴി നിരവധി പ്രയോജനങ്ങളുണ്ട്. സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകമൂലകങ്ങൾ ലഭ്യമാകുന്നു, മണ്ണിൻ്റെ രചനയും ഘടനയും മെച്ചപ്പെടുത്തുന്നു, സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു, മണ്ണിലെ വായുസഞ്ചാരം മെച്ചപ്പെടുത്തുന്നു, ജല ആഗീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നു, സസ്യങ്ങളുടെ രോഗകീട പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, സർവോപരി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ മണ്ണിൽ നടക്കണമെങ്കിൽ തുടർച്ചയായ ജൈവവള പ്രയോഗങ്ങൾ കൃഷിയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. മണ്ണിലേക്ക് എത്തുന്ന ജീർണാവസ്ഥയിലുള്ള ജന്തുസസ്യ അവശിഷ്ടങ്ങൾ കോടാനുകോടി അണുജീവികളുടെ ആഹാരമാണ്. സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുകയും സസ്യങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന പോഷകങ്ങളുടെ കലവറയായി തീരുകയും ചെയ്യുന്നു. ജീർണാവസ്ഥയിലുള്ള ജൈവ അവശിഷ്ടങ്ങളെ പോഷകമൂലകങ്ങളായി മാറ്റുന്നത് മണ്ണിലുള്ള പലവിധ ബാക്ടീരിയകളും ഫംഗസുകളും മണ്ണിര പോലുള്ള ജീവികളും കൂടിയാണ്. ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. മണ്ണിലെത്തുന്ന ജൈവ വസ്തുക്കൾ ശരിയായ രീതിയിൽ ജീർണനം നടക്കണമെങ്കിൽ അനുകൂല പരിസ്ഥിതിയും സംജാതമാകണം. മണ്ണിൽ വേണ്ടത്ര ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ അണുജീവികൾ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം അണുജീവികൾക്ക് വളരാൻ പാകത്തിലുള്ള അമ്ലത അഥവാ പുളി കുറവുള്ള മണ്ണായിരിക്കണം. നമ്മുടെ കേരളത്തിലെ മണ്ണ് അമ്ലതയുള്ള മണ്ണാണ്. അമ്ല മണ്ണിൽ അണുജീവികൾക്ക് വളരാൻ കഴിയില്ല. അതിനാൽ അമ്ലത കുറയ്ക്കാൻ കുമ്മായ വസ്തുക്കൾ വേണ്ടത്ര അളവിൽ മണ്ണിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് മണ്ണിൻ്റെ pH എന്ന അമ്ല സൂചിക 6.5-നും 7-നും ഇടയിലേക്ക് കൊണ്ടുവരണം. കുമ്മായം ചേർത്തിളക്കി നനച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ അമ്ലത കുറയുകയുള്ളൂ. അതിനുശേഷമാവണം ജൈവവസ്തുക്കൾ മണ്ണിൽ നിക്ഷേപിക്കേണ്ടത്. ഈ സാഹചര്യങ്ങളൊക്കെ ശരിയായി നടന്നാൽ മാത്രമേ ജൈവവസ്തുക്കളുടെ ശരിയായ ജീർണനം നടക്കുകയുള്ളൂ. ഈ സാഹചര്യങ്ങളൊക്കെ നൽകിയാലും അസംസ്കൃത ജൈവവസ്തുക്കൾ ജീർണനം നടന്ന് സസ്യപോഷകങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടണമെങ്കിൽ 1-2 മാസത്തെ കാലതാമസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇക്കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതിനാൽ കർഷകർ ഇപ്പോഴും പച്ചക്കറികൾക്കും മറ്റും ചാണകവും ചവറും കരിയിലയും പോലുള്ള അസംസ്കൃത ജൈവവസ്തുക്കൾ കൃഷിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആയുസ് കുറവായ പച്ചക്കറികൾ പോലെയുള്ള സീസണൽ വിളകൾക്ക് ഈ വളപ്രയോഗം കൊണ്ട് കാര്യമായ ഗുണമൊന്നും കിട്ടുന്നില്ല. അതേസമയം തെങ്ങുപോലുള്ള ദീർഘകാല വിളകളുടെ തടത്തിൽ അസംസ്കൃത ജൈവവസ്തുക്കൾ ഇട്ടാൽ പതുക്കെ ജീർണനം നടന്ന് ആ വിളയ്ക്ക് വളമായി മാറും. എന്നിരുന്നാലും കൃഷികൾക്ക് അസംസ്കൃത ജൈവവസ്തുക്കൾ നേരിട്ട് നൽകുന്നതിന് പകരം അവയെ പുറത്തു വച്ച് ജീർണിപ്പിച്ചോ പുളിപ്പിച്ചിട്ടോ ഉപയോഗിക്കുന്നതായാൽ വിളകൾക്ക് പോഷകങ്ങൾ വളരെ വേഗം ലഭ്യമാകും. ജൈവവസ്തുക്കളെ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീർണിപ്പിക്കുന്ന പ്രക്രിയയെ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നു. ജീർണിച്ച് പാകപ്പെട്ട ജൈവവസ്തുക്കളെയാണ് കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത്. ഈ കമ്പോസ്റ്റ് വളങ്ങൾ മണ്ണിലിട്ട് കൊടുത്താൽ വളരെ വേഗം മണ്ണിലെ ഈർപ്പത്തിൽ അലിഞ്ഞു ചേർന്ന് വിളകൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയും. അതിനാൽ കമ്പോസ്റ്റ് വളങ്ങളെ ഉത്തമ ജൈവവളങ്ങളെന്ന് വിശേഷിപ്പിക്കാം. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മുടെ പഴയ കൃഷിക്കാർ ചെയ്തു പോകുന്ന രീതി തന്നെയാണ്. പഴയ കാലത്ത് എല്ലാ കർഷക ഭവനങ്ങളിലും ഒരു വളക്കുഴി ഉണ്ടായിരുന്നു. ആ വളക്കുഴിയിലേക്ക് തൊഴുത്തിലെ ചാണകവും മറ്റ് അവശിഷ്ടങ്ങളും കരിയിലയും വാഴ അവശിഷ്ടങ്ങളും ചവറും ഒക്കെ പതിവായി നിക്ഷേപിച്ച് വർഷത്തിൽ ഒരിക്കൽ വളക്കുഴിയിൽ നിന്നും നന്നായി ജീർണിച്ച വളം ശേഖരിച്ചിരുന്നു. ഈ വളമായിരുന്നു ചേന നടാനും ചേമ്പ് നടാനും ഇഞ്ചി നടാനും തെങ്ങിനിടാനും എന്തിനധികം നെല്ലിന് ചേറാനും വരെ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ അന്നൊക്കെ കമ്പോസ്റ്റ് എന്ന വിളിപ്പേര് നൽകിയിരുന്നില്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ കമ്പോസ്റ്റിങ്ങിൻ്റെ പ്രാഗ് രൂപമായിരുന്നു അത്. അതൊക്കെ ഇപ്പോഴും പ്രസക്തമാണ്. അത്തരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില രീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി പറയാൻ പോകുന്നത് നാടൻ കുഴി കമ്പോസ്റ്റിംഗ് രീതി തന്നെയാണ്. ഏറ്റവും ലളിതമായി നമ്മുടെ കൃഷിയിടത്തിലോ വീട്ടുവളപ്പിലോ വെച്ച് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ ഈ രീതി സഹായിക്കും. നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ 1 മീറ്റർ ആഴത്തിൽ ഒരു കുഴിയെടുക്കുക. കുഴിയുടെ നീളവും വീതിയും സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് തീരുമാനിക്കാം. ഈ കുഴിയിലേക്ക് പതിവായി മുറ്റം തൂക്കുന്ന കരിയിലയും അടുക്കള അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുക. വീട്ടിൽ അധികം വരുന്ന ഭക്ഷണ വിഭവങ്ങൾ, ചീത്തയായ പാലും തൈരും, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, പഴകിയ കഞ്ഞിവെള്ളം, മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം എന്നിവയൊക്കെ കുഴിയിലിടാം. കുല വെട്ടിയ ശേഷമുള്ള വാഴ സമൂലം വെട്ടി അരിഞ്ഞിടാം. ഈച്ച, കൊതുക് എന്നിവയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ ഒരൽപ്പം പച്ചമണ്ണ് ജൈവവസ്തുക്കളുടെ മുകളിലൂടെ വിതറി കൊടുക്കണം. അങ്ങനെ കുഴി നിറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി മണ്ണിട്ട് മൂടി കുഴിക്ക് മുകളിൽ ഷീറ്റോ ചാക്കുകളോ തെങ്ങിൻ്റെ ഓലയോ കൊണ്ട് ഒന്ന് പുതയിടുക.
1-2 മാസം കഴിഞ്ഞ് കുഴി പൊട്ടിച്ച് ജീർണിച്ച് പാകമെത്തിയ കമ്പോസ്റ്റ് വളം ശേഖരിക്കാം. ഈ വളം അടുക്കളത്തോട്ടത്തിന് ഏറ്റവും യോജിച്ച കമ്പോസ്റ്റാണ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് നിർമ്മാണമാണ്. ട്രൈക്കോഡർമ വിറിഡെ എന്ന ഒരിനം ഫംഗസിനെ ഉപയോഗപ്പെടുത്തിയാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ കമ്പോസ്റ്റിന് വേണ്ടുന്ന ജൈവവസ്തുക്കൾ തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകവും നല്ല വേപ്പിൻ പിണ്ണാക്കുമാണ്. 9:1 എന്ന അനുപാതത്തിലാണ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും വേണ്ടിവരുന്നത്. അതായത് 100 കിലോ കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമാണ് വേണ്ടത്. 10 കിലോ വളത്തിന് 9 കിലോ ചാണകപ്പൊടിയും 1 കിലോ വേപ്പിൻ പിണ്ണാക്കും വേണ്ടിവരും. അതേപോലെ 1-2 ഭാഗം ട്രൈക്കോഡർമ കൾച്ചറും വേണം. ചാണകവും വേപ്പിൻ പിണ്ണാക്കും വെവ്വേറെ നന്നായി പൊടിച്ച് പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ നനച്ച ജൈവവസ്തുക്കൾ നന്നായി കൂട്ടിക്കലർത്തുക. ഒപ്പം 100 കിലോ ജൈവവസ്തുക്കൾക്ക് 1-2 കിലോ ട്രൈക്കോഡർമ കൾച്ചർ കൂടി ഇട്ട് വേണം കൂട്ടിക്കലർത്തേണ്ടത്. 10 കിലോയ്ക്ക് 100 മുതൽ 200 ഗ്രാം ട്രൈക്കോഡർമ കൾച്ചർ വേണ്ടിവരും. നന്നായി കൂട്ടിയോജിപ്പിച്ച മിശ്രിതം തണലിലോ ഷെഡിലോ വെറും നിലത്ത് കൂനയാക്കി വയ്ക്കുക. അതിനു മുകളിൽ ചണച്ചാക്ക് കൊണ്ട് മൂടിയിടുക. ചണച്ചാക്കിന് മുകളിലൂടെ ദിവസം 2 നേരം വീതം വെള്ളം തളിച്ചു കൊടുക്കണം. ഈർപ്പമുണ്ടായാൽ മാത്രമേ ട്രൈക്കോഡർമ എന്ന അണുജീവി വളരുകയുള്ളൂ. അധിക ജലം പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒരു നന കൂടി കൊടുക്കുക. വീണ്ടും കൂനയാക്കി ചണച്ചാക്ക് കൊണ്ട് 1 ആഴ്ച കൂടി മൂടിയിട്ട് വെള്ളം തളിക്കൽ തുടരുക. 3 ആഴ്ച കൊണ്ട് ജൈവവസ്തുക്കൾ ഒന്നാന്തരം കമ്പോസ്റ്റ് വളമായി മാറിയിട്ടുണ്ടാവും. ഇതൊരു വളം മാത്രമല്ല, രോഗനാശിനിയും കീടനാശിനിയും കൂടിയാണ്. പച്ചക്കറികൾക്ക് വരുന്ന വാട്ടം, അഴുകൽ, മഞ്ഞളിപ്പ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയും വേരുകൾക്ക് വരുന്ന നിമ്മാവിരകൾക്കെതിരെയുമുള്ള പ്രതിരോധം കൂടിയാണ് ഈ വളം. ഏത് വിളയ്ക്കും ഈ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം ഉപയോഗിക്കാം. വലിയ അളവിൽ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ രീതിയിലല്ല. വലിയ ഷെഡിൽ ഈർപ്പം നൽകിയ ചാണകപ്പൊടി 10-1 ഭാഗം നിരത്തി വിരിച്ചിട്ട് 10-1 വേപ്പിൻ പിണ്ണാക്ക് പൊടി വിതറിയതിന് മുകളിൽ ട്രൈക്കോഡർമ കൾച്ചർ ഇടുക. തുടർന്ന് ഇതേ ക്രമത്തിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ നിരത്തി അടുക്കടുക്കായി കുഴി നിറച്ച് മിതമായ തോതിൽ നനകൊടുത്ത് 1 മാസം കൊണ്ട് കമ്പോസ്റ്റ് വളമാക്കി മാറ്റിയെടുക്കാം. ഇത്തരം ട്രൈക്കോഡർമ എൻറിച്ച് കമ്പോസ്റ്റ് വളങ്ങൾ വിപണിയിൽ വിൽക്കുന്ന സംരംഭകരും ധാരാളമുണ്ട്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് EM കമ്പോസ്റ്റിനെ പറ്റിയാണ്. EM എന്നാൽ ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം. ഒരു കൂട്ടം ഉപകാരികളായ അണുജീവികളടങ്ങിയ EM ലായനി വിപണിയിൽ ലഭ്യമാണ്. 1982 ജപ്പാനിലെ റിക്യൂസ് സർവകലാശാലയിലെ ഡോക്ടർ ടെറുഹിക എന്ന ശാസ്ത്രജ്ഞനാണ് EM എന്ന സൂക്ഷ്മാണുക്കൂട്ട് ലായനി ഉണ്ടാക്കിയെടുത്തത്. ഈ ലായനിയിൽ ഏതാണ്ട് 80 മുതൽ 100 തരം അണുജീവികളുണ്ട്. നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാഷിനെയും പോലുള്ള പ്രധാന സസ്യപോഷകമൂലകങ്ങളെ ജൈവവസ്തുക്കളിൽ നിന്നും വളരെ വേഗം ജീർണിപ്പിച്ച് മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് പുറമെ കാർഷിക വിളകൾക്ക് രോഗകീട പ്രതിരോധശേഷിയും പ്രദാനം ചെയ്യുവാൻ EM ലായനിക്ക് ആവും. പലതരം ബാക്ടീരിയകൾ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഫോട്ടോസിന്തസിസ് ബാക്ടീരിയ, ഈസ്റ്റുകൾ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ, ഫോസ്ഫോ ബാക്ടീരിയകൾ എന്നിങ്ങനെ പോകുന്നു EM ലായനിയിലെ അണുജീവികൾ. EM ലായനി ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. BFPCK ഔട്ട്ലെറ്റുകളിലും കൃഷിഭവൻ തല ആഴ്ചച്ചന്തകളിലും ലഭ്യമാണ്. വിപണിയിൽ നിന്ന് കിട്ടുന്ന EM ലായനിയെ പൂരിത ലായനി എന്ന് പറയാം. അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കേണ്ടത്. 1 ലിറ്റർ പൂരിത EM ലായനിയെ 20 ലിറ്റർ ആക്ടിവേറ്റഡ് ലായനിയാക്കിയാൽ 100 കിലോ ജൈവവസ്തുക്കളെ കമ്പോസ്റ്റാക്കി മാറ്റുവാൻ കഴിയും. EM ലായനിയെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറയാം. ക്ലോറിൻ ചേരാത്ത ശുദ്ധമായ കിണർവെള്ളം 20 ലിറ്റർ ഒരു ബക്കറ്റിൽ നിറച്ച് അതിലേക്ക് 1 കിലോ നല്ല കരിമ്പിൻ ശർക്കര ചേർത്തിളക്കുക. അതിലേക്ക് വിപണിയിൽ നിന്നും വാങ്ങിയ 1 ലിറ്റർ പൂരിത EM ലായനി ഒഴിച്ച് തണലിലോ ഷെഡിലോ വയ്ക്കുക. ബക്കറ്റിൽ ഈച്ചയും കൊതുകും മുട്ടയിടാതിരിക്കാൻ കോട്ടൺ തുണി കൊണ്ട് മൂടിയിടേണ്ടതാണ്. എല്ലാ ദിവസവും ഈ ലായനി 1-2 തവണ ഇളക്കി കൊടുക്കണം. 21 ദിവസം കൊണ്ട് EM ആക്ടിവേറ്റ് ചെയ്ത് അഥവാ വംശവർദ്ധനവും നടന്ന് ഉപയോഗിക്കാൻ പാകത്തിൽ എത്തിയിരിക്കും. എന്നിരുന്നാലും 10 ദിവസം കഴിയുമ്പോൾ മുതൽ ആക്ടിവേറ്റഡ് പരുവത്തിൽ ഉപയോഗിച്ച് തുടങ്ങാം. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത EM ലായനി വീട്ടുപരിസരത്ത് നാറ്റമുള്ള ഇടങ്ങൾ തളിച്ചു കൊടുത്താൽ ദുർഗന്ധം മാറുന്നതാണ്. ബാത്റൂമുകളിലും അടുക്കള പരിസരത്തും പ്രയോഗിക്കാം. പച്ചക്കറി വിളകളിലെ രോഗകീടങ്ങൾക്കെതിരെയും പതിവായി തളിച്ചു കൊടുക്കാം. ജൈവവസ്തുക്കൾ തണലിലോ ഷെഡിലോ വേണം കമ്പോസ്റ്റ് ആക്കുവാൻ വയ്ക്കേണ്ടത്. കരിയിലകൾ, പച്ചിലകൾ, വാഴക്കുല വെട്ടിയ ശേഷമുള്ള വാഴ അവശിഷ്ടങ്ങൾ ചെറുതായി അരിഞ്ഞത് എന്നിവ അടുക്കടുക്കായി കൂന പോലെ ഇടുക. ഇടയ്ക്കിടയ്ക്ക് ചാണകം കുഴമ്പാക്കിയും ഒഴിക്കാവുന്നതാണ്. ഈ കൂനയിലേക്ക് 100 കിലോ ജൈവവസ്തുക്കൾക്ക് 20 ലിറ്റർ ആക്ടിവേറ്റഡ് EM ലായനി എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക. 1 മാസം കൊണ്ട് ജൈവവസ്തുക്കളെ EM ലായനിയിലെ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ നന്നായി ജീർണിപ്പിച്ച് ഒന്നാന്തരം കമ്പോസ്റ്റ് വളമാക്കി മാറ്റിയിട്ടുണ്ടാവും.
കമ്പോസ്റ്റ് വളം മാത്രമല്ല രോഗനാശിനിയും കീടനാശിനിയുമായി വിളകൾക്ക് പ്രയോജനപ്പെടും. അടുത്തതായി പറയാൻ പോകുന്നത് മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ചാണ്. ജൈവവസ്തുക്കളെ മണ്ണിരകൾ അപ്പാടെ ഭക്ഷണമാക്കിയ ശേഷം വിസർജിച്ച് കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ മണ്ണിര കമ്പോസ്റ്റ് വളം. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ പ്രത്യേകമായ കണ്ടെയ്നറുകൾ ആവശ്യമാണ്. സിമൻറ്റ് ടാങ്ക്, കിണർ തൊടി, ബീപ്പകൾ, പ്രത്യേകം നിർമ്മിച്ച ഫൈബർ ടാങ്കുകൾ, ഫൈബർ ഷീറ്റ് കൊണ്ടുള്ള കവറുകൾ ഒക്കെ ഉപയോഗപ്പെടുത്താം. ഏത് സംഭരണിയായാലും 3/4 മീറ്ററിൽ കൂടുതൽ ആഴം പാടില്ല. കമ്പോസ്റ്റിങ്ങിന് സാധാരണ മണ്ണിരകളെയല്ല ഉപയോഗിക്കുന്നത്, പ്രത്യേകതരം മണ്ണിരകളെയാണ്. ഐസീനിയ ഫോറ്റിഡ, യൂഡ്ലസ് യുജീനിയെ എന്നിങ്ങനെ പേരുകളുള്ള മണ്ണിരകളെയാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടത്. ഇവയൊന്നും നമ്മുടെ നാടൻ മണ്ണിരകളല്ല. യൂഡ്ലസ് യുജീനിയെ ആഫ്രിക്കൻ വംശജനാണ്. നമ്മുടെ മണ്ണിരകൾ കുറച്ച് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. മണ്ണിര കമ്പോസ്റ്റിങ്ങിന് ഉപയോഗപ്പെടുത്തുന്ന മണ്ണിരകൾ എന്തും തിന്നും. വളരെ വേഗം വളരുകയും വംശവർധന നടത്തുകയും ചെയ്യുന്നതിനാൽ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിൽ നടന്നു കിട്ടും. മാത്രമല്ല ഇവ ഉപരിതല ജീവികളായതിനാൽ അധികം ആഴത്തിലേക്ക് പോകുകയുമില്ല. അതുകൊണ്ടാണ് മണ്ണിര കമ്പോസ്റ്റ് ടാങ്കുകൾക്ക് 3/4 മീറ്ററിലധികം ആഴം പാടില്ല എന്ന് പറയുന്നത്. 100 കിലോ ജൈവവസ്തുക്കൾക്ക് 1 കിലോ മണ്ണിരകൾ വേണ്ടിവരും. 1-2 മണ്ണിരകളെ കിട്ടിയാൽ ഒരു ചെറു ബക്കറ്റിൽ അരഭാഗം ചാണകപ്പൊടി അല്പം ഈർപ്പം കൊടുത്ത് നിറച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ദിവസവും ഈ ബക്കറ്റിൽ വാഴയിലത്തണ്ട് ചെറുതായി അരിഞ്ഞ് മണ്ണിരകൾക്ക് ഭക്ഷണമായി നൽകുക. ഈ ബക്കറ്റ് ഉറുമ്പ് കയറാത്ത വിധം സൂക്ഷിച്ചു വച്ചാൽ 1 മാസം കൊണ്ട് 1 കിലോ മണ്ണിരകളെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേസമയം ജൈവവസ്തുക്കൾ മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിലേക്ക് നിറച്ചുകൊണ്ടേയിരിക്കുക. കരിയില, വാഴ അവശിഷ്ടങ്ങൾ, ചപ്പുചവറുകൾ, അടുക്കളാവശിഷ്ടങ്ങൾ ഒക്കെ ഇട്ടുകൊടുക്കാം. 8 ഭാഗം ജൈവവസ്തുക്കൾക്ക് 1 ഭാഗം എന്ന കണക്കിൽ പച്ചച്ചാണകം കുഴമ്പാക്കി ഒഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അടുക്കടുക്കായി ജൈവവസ്തുക്കളും ചാണകക്കുഴമ്പും നിറച്ച് ഇടയ്ക്കിടെ വെള്ളം നനച്ചുകൊണ്ട് ജൈവവസ്തുക്കൾ ഒരു നീളമുള്ള കമ്പുകൊണ്ട് ഇളക്കി മറിക്കുകയും വേണം. കുഴിയിൽ സ്വാഭാവിക ജീർണനം സൂക്ഷ്മജീവികൾ വഴി നടന്നുകൊണ്ടിരിക്കും. അതിനാൽ ടാങ്കിനുള്ളിൽ നല്ല ചൂടുണ്ടാവും. ചൂട് കുറയ്ക്കുവാനും ജീർണനം വേഗത്തിൽ നടക്കുവാനുമാണ് വെള്ളം ഒഴിക്കുന്നത്. ടാങ്ക് നിറയുകയും ചൂട് കുറയുകയും ചെയ്തിട്ട് മാത്രമേ മണ്ണിരകളെ ടാങ്കിൽ നിക്ഷേപിക്കാവൂ. യാതൊരു കാരണവശാലും മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിൽ ചാരം, എണ്ണ, ഉപ്പ് എന്നിവ വിതറാൻ പാടില്ല. ഇട്ടാൽ മണ്ണിരകൾ ചത്തുപോകും. അതേപോലെ പ്ലാസ്റ്റിക്, ഗ്ലാസ് കഷ്ണങ്ങൾ എന്നിവയും വീഴാൻ പാടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിരകളെ നിക്ഷേപിച്ച് 45 ദിവസം മുതൽ 60 ദിവസം കൊണ്ട് ജൈവവസ്തുക്കൾ മിക്കവാറും കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. വേഗം ദഹിക്കുന്ന കരിയില, വാഴത്തട തുടങ്ങിയവയാണെങ്കിൽ 45 ദിവസം കൊണ്ട് തന്നെ കമ്പോസ്റ്റ് ആവും. ഓലമടൽ, ഓലക്കാൽ, തൊണ്ട്, ചകിരി എന്നിവ കൂടിയുണ്ടെങ്കിൽ ദഹിച്ചു വരുവാൻ താമസമുണ്ടാകും. ടാങ്കിൻ്റെ അടിഭാഗത്ത് ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ദ്രാവകവും ഇടയ്ക്കിടെ ഒഴിക്കുന്ന വെള്ളവും ചേർന്ന വെർമി വാഷ് ഊറി അടിയുന്നുണ്ടാവും. അത് പുറത്തേക്ക് ഒഴുകിയിറങ്ങുവാൻ പാകത്തിൽ കുഴൽ സ്ഥാപിച്ചുകൊണ്ട് വെർമി വാഷ് ശേഖരിക്കാം. ഈ ദ്രാവകം 3-4 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് പച്ചക്കറികൾക്കും മറ്റു വിളകൾക്കും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളപ്രയോഗമാണ്. ടാങ്കിലെ ജൈവവസ്തുക്കൾ കമ്പോസ്റ്റായോ എന്ന് നോക്കുവാൻ അടിയിൽ നിന്നും ഒരൽപ്പം കോരിയെടുത്ത് നോക്കിയാൽ മതിയാവും. കറുത്ത പൗഡർ പരുവമെത്തിയാൽ പാകമായി എന്ന് മനസ്സിലാക്കുക. തുടർന്ന് ഒരു മണലരിപ്പ ഉപയോഗിച്ച് അരിച്ച് ചുവട്ടിൽ കമ്പോസ്റ്റും വലയിൽ മണ്ണിരകളും ദഹിക്കാത്ത ജൈവവസ്തുക്കളെയും വെവ്വേറെ വേർതിരിച്ചെടുക്കാം. അരിച്ചെടുത്ത മണ്ണിരകളെ തുടർന്ന് അപ്പോഴേക്കും നിറച്ചു വരുന്ന മറ്റൊരു ടാങ്കിലേക്ക് ഇട്ടുകൊടുക്കാം. മണ്ണിര കമ്പോസ്റ്റ് ടാങ്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ തുടർച്ചയായി വർഷം മുഴുവൻ ഇതേ രീതിയിൽ കമ്പോസ്റ്റ് വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ആവശ്യത്തിൽ കഴിഞ്ഞുള്ള കമ്പോസ്റ്റ് വിൽപ്പന നടത്തി വരുമാനവും നേടാം. മണ്ണിര കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിക്കുവാൻ കൃഷിഭവനിൽ നിന്നും സഹായധനം ലഭിക്കുന്ന പദ്ധതികളും നിലവിലുണ്ട്. മണ്ണിരകൾക്ക് ശത്രുക്കളുണ്ട്. അവ ടാങ്കിൽ കയറാതിരിക്കുവാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവണം. പ്രധാന ശത്രു ഉറുമ്പുകളാണ്. അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് മണ്ണിരകൾ. ഉറുമ്പ് കയറാതിരിക്കാൻ ടാങ്കിന് ചുറ്റും ഒരു പാത്തി ഉണ്ടാക്കി 24 മണിക്കൂറും വെള്ളം കെട്ടി നിർത്തിയാൽ മതിയാകും. പിന്നെയുള്ള ശത്രുക്കൾ പക്ഷികൾ, എലികൾ, ഉരകങ്ങൾ എന്നിവയാണ്. ഇവ ടാങ്കിനുള്ളിൽ കയറാതിരിക്കുവാൻ ടാങ്കിന് മുകളിൽ ബലവത്തായ ഇരുമ്പ് വലയും നെറ്റും ഇട്ടാൽ മതിയാകും. അതേപോലെ വെയിലും മഴയും ഏൽക്കാത്ത വിധം ടാങ്കുകൾക്ക് മേൽപ്പുരയും ഉണ്ടാവണം. ഈ ഗണത്തിൽപ്പെടുന്ന ഒരു ജൈവ സ്ലറിയുടെ കാര്യം കൂടി പറയാം. പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എന്നിവ ഓരോ കിലോ വീതമെടുത്ത് ഒരു ബക്കറ്റിൽ അളന്നെടുത്ത 5 ലിറ്റർ വെള്ളത്തിലിട്ട് 5 ദിവസം പുളിപ്പിക്കുക. അതിനുശേഷം ബക്കറ്റിലേക്ക് 3 ഇരട്ടി വെള്ളം ചേർത്ത്, അതായത് 15 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച് പച്ചക്കറികൾക്കും മറ്റു കൃഷികൾക്കും ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലൊരു വളപ്രയോഗമാണ്. എന്നിരുന്നാലും കൂടിയ അളവിൽ വേണ്ടുന്ന സസ്യമൂലക പോഷകങ്ങൾ ഇപ്പറഞ്ഞ ഒരു വളക്കൂട്ടിലും വേണ്ടത്ര അളവിൽ കിട്ടാനിടയില്ല. അതിനാൽ
മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൽ കുറവുള്ള മൂലകങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ഏതാണെന്ന് ഒരു കൃഷി വിദഗ്ധനോട് ചോദിച്ചിട്ട് ശരിയായ അളവിൽ തന്നെ വിളകൾ പ്രയോഗിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജൈവവളങ്ങളോടൊപ്പം അളവിൽ കൂടുതൽ വേണ്ടിവരുന്ന പോഷകമൂലകങ്ങളായ ഫോസസ് കിട്ടാനും പൊട്ടാഷ് കിട്ടാനും പ്രകൃതിദത്ത വളങ്ങളായ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂടി വേണ്ട അളവിൽ വിളകൾക്ക് കൊടുത്താൽ സുരക്ഷിത വളപ്രയോഗമായി. തുടർച്ചയായ ജൈവവളപ്രയോഗം തീർച്ചയായും മണ്ണിൻ്റെ ഫലപുഷ്ടിയെ ക്രമേണ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർന്നാൽ രാസവളങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ മണ്ണിന് ജീവനേകാൻ ജൈവവളങ്ങൾ കൂടിയേ തീരൂ. അതിന് കമ്പോസ്റ്റാക്കിയോ പുളിപ്പിച്ചിട്ടോ ജൈവവളങ്ങൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക.